blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് പോലെ ആ ദിവസത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. സ്ക്രീനിൽ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കാണുമ്പോൾ ഞാനത് പറയുമ്പോൾ ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായി അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ കൂടുതലായി അനുഗ്രഹിക്കും. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ഒരു വെൽവിഷർ തൻ്റെ മകൻ്റെ ബർത്ത്ഡേ ഇന്നാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. 3 മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും കുടുംബജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ, മകൾക്കും അതുപോലെ 2 മരുമക്കൾക്കും നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ സിന്ധു പൊന്നൻ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഇളയ മകൾ ശ്രീതൾ നല്ല റിസൾട്ട് +2 ബോർഡ് എക്സാമിൽ ലഭിക്കാനും അതുപോലെ മെഡിസിൻ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി, സാന്യ ജോസഫ് തനിക്ക് യോജിച്ച ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാനും നല്ലൊരു ജീവിതം ഉണ്ടാകാനും കുടുംബം മുഴുവൻ ആരോഗ്യത്തിൽ നിറയാനും വേണ്ടി, രാജസ്ഥാനിൽ നിന്നുള്ള ഒരു വെൽവിഷർ മൂത്ത മകൻ്റെ വിവാഹം നടന്നതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. നമുക്കും ചേർന്ന് തന്നോടൊപ്പം നന്ദി പറയാം. അതുപോലെ ഇളയ മകന് സ്ഥിരമായൊരു ജോലി ലഭിക്കാനും കേരളത്തിൽ നല്ല ഒരു വീട് ഉണ്ടാകാനും വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങളെല്ലാവരും ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞ ഓരോ വിഷയത്തിലും കർത്താവിൻ്റെ കൈകൾ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് അങ്ങനെ അത്ഭുതകരമായി മുന്നിലേക്ക് നടത്തുന്നതിനാൽ, ഓരോ വിഷയത്തിനും വിടുതൽ നൽകുന്നതിനാൽ അതെല്ലാം നാളുകളിൽ എല്ലാവരും കേൾക്കുന്ന സാക്ഷ്യങ്ങളായി മാറട്ടെ. അതിലൂടെ തിരുനാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങളെ കൈനീട്ടി അങ്ങ് എല്ലാ നിലകളിലും അനുഗ്രഹിച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ ഏപ്രിൽ 24 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലസ് റോഡ്, തൃശൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം ഏപ്രിൽ 25 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. രാജധാനി ഓഡിറ്റോറിയം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. സഹോദരിയുടെ പേര് സിന്ധു സുനിൽ എന്നാണ്. പിറവത്ത് നിന്നാണ് താൻ വരുന്നത്. താൻ പിറവം ഫാത്തിമ മാതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർട്ട് ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. സംഭവിച്ച കാര്യം, ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായിട്ടും ഒരു കുഞ്ഞ് ഇവർക്കുണ്ടായില്ല. 6 വർഷം നീണ്ട 6 വർഷം ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ട്രീറ്റ്മെന്റിനായിട്ട് കടന്നുപോയി. ഒത്തിരി സ്ഥലത്ത് താൻ ട്രീറ്റ്മെന്റ് ചെയ്തു, ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്തു, ഒത്തിരി ലക്ഷങ്ങൾ ചെലവാക്കി. അവസാനം ഡോക്ടർ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു, വേദനിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ ട്രീറ്റ്മെന്റിനൊന്നും പോകണ്ട, പോയിട്ട് വലിയ ഫലമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും കുഴപ്പങ്ങൾ പറഞ്ഞായിരുന്നോ? ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി കുട്ടികൾ ഉണ്ടാകില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞു. ഓക്കെ, ഇതുപോലെ ഡോക്ടേഴ്സ് കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യത്തിൽ മാത്രമല്ല, ചില സമയത്ത് പറയും ആളെ കൊണ്ടുപോക്കോ, ഇനി ഒന്നും ചെയ്യണമെന്നില്ല, അറിയിക്കാമെന്നുള്ളവരെയൊക്കെ അറിയിച്ചോ. ഇങ്ങനെയൊക്കെ പല ഡോക്ടേഴ്സ് പറയുന്നത് തെറ്റല്ല. കാരണം അവരുടെ കണ്ണിൽ മെഡിക്കൽ സയൻസ് പ്രകാരം സാധ്യതയില്ല, അതൊരു വാസ്തവമാണ്. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത് അതിനപ്പുറത്ത് അധികാരമുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. മനുഷ്യരാൽ എല്ലാം സാധ്യമല്ല, എന്നാൽ ദൈവത്താൽ എല്ലാം സാധ്യമാണ്. ബാക്കിയുള്ള ചരിത്രം പറ ബ്രദർ. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ട്രീറ്റ്മെന്റ് കൂടിയുണ്ട്. ഇത്രയും ലക്ഷങ്ങൾ ചെലവാക്കി 5 ലക്ഷം രൂപ. അതെ. അപ്പോൾ സഹോദരി പറഞ്ഞിങ്ങനെ ഒത്തിരി പണമൊന്നും അവരുടെ കയ്യിലെടുക്കാനില്ലാത്തത് കൊണ്ട്
ഈ സഹോദരിക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നൊരു വിശ്വാസം തനിക്കുണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ TV പ്രോഗ്രാം കാണാൻ തുടങ്ങിയത്. ഓക്കെ. സഹോദരി ഇങ്ങനെ പറഞ്ഞേ, തനൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് താൻ കാണാൻ തുടങ്ങിയത് ആദ്യമേ. അത് TV പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ ഉള്ള വേദനകൾ കർത്താവ് സൗഖ്യമാക്കുമായിരുന്ന പറഞ്ഞു. ഒരു സമാധാനം തൻ്റെ ജീവിതത്തിൽ ചെയ്യും എന്നൊരു വിശ്വാസം തനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രദർ ഡാമിയൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ഈ വർഷം കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഓക്കെ. ഈ സഹോദരി പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്, എന്നോടാണ് കർത്താവ് സംസാരിച്ചത്, ഇത് എനിക്ക് വേണ്ടി എൻ്റെ അത്ഭുതം ചെയ്യും, എൻ്റെ ദൈവം അത്ഭുതം ചെയ്യുന്ന ഈ സഹോദരി വിശ്വസിച്ചു, ഉള്ളിൽ വിശ്വസിച്ചു. സംഭവിച്ച കാര്യം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ പ്രഗ്നന്റായി. ഇപ്പോൾ ഒരു സുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. കുഞ്ഞുങ്ങളുണ്ടാകാൻ ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കുഞ്ഞുമായിട്ട് ആളിവിടെ നിൽക്കുന്നത്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും ഇതുപോലൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്യാനും ദൈവത്തിൻ്റെ കയ്യിൽ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞാനിപ്പോൾ വിശ്വസിക്കുന്നു, കർത്താവ് അത്ഭുതം എനിക്ക് വേണ്ടിയും ചെയ്യണമേ. അങ്ങനെ ഒന്ന് എല്ലായിടങ്ങളിലും കൈകളെ ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ? ഈ സാക്ഷ്യം കാണുന്നവരുടെ ജീവിതത്തിലും കുഞ്ഞുങ്ങളില്ലാതെ പല വർഷങ്ങൾ ശൂന്യത അനുഭവിക്കുന്ന ദാമ്പത്യ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതം ഇപ്പോൾ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ചേർന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ രോഗികളായവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. സന്തോഷം അവനൻ ബലം, വാരിതിൽ പാർക്കുന്നാളവനൻ ബലം, അവനെന്റെ സങ്കേതം, വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ, അവനെന്റെ സങ്കേതം, വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ. ബലഹീനൻ ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി, ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി. ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ, നിന്നോട് കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ, നിന്നോട് കൂടെയുണ്ട്. ഒരു ഭർത്താവിനോ ഭാര്യയ്ക്കോ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ കസിൻസിനോ എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഇരിക്കാൻ സാധ്യമല്ല. എല്ലാവർക്കും എല്ലായിടത്തും നമ്മോട് കൂടെ വരാനും സാധ്യമല്ല. 23-ാം സങ്കീർത്തനം 4-ാമത്തെ വചനം നമുക്ക് വായിച്ചു കേൾക്കാം. ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ ഡാർക്കസ്റ്റ് വാലി, ഐ വിൽ ഫിയർ നോ ഈവിൾ, ഫോർ യു ആർ വിത്ത് മീ, യുവർ റോഡ് ആൻഡ് യുവർ സ്റ്റാഫ് ദേ കംഫർട്ട് മീ. മരണനിഴലിൻ താഴ്വരയിലൂടെ കടന്നുപോയാലും ഞാൻ ഒരു ദോഷവും ഭയപ്പെടുകയില്ല. ഓക്കെ. അവിടുന്ന് എന്നോടൊപ്പമുണ്ടല്ലോ. അവിടുന്ന് എന്നോടൊപ്പമുണ്ടല്ലോ. ഓക്കെ. അവിടുത്തെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ആ വചനം ഒരു പ്രാവശ്യം കൂടെ വായിച്ച് കേൾപ്പിക്കാം. മരണനിഴലിൻ താഴ്വരയിലൂടെ കടന്നുപോയാലും, ചില ബൈബിളുകളിൽ ചില തർജ്ജമകളിൽ വായിക്കുന്നത് കൂരിരുളിൻ താഴ്വരയിലൂടെ ഞാൻ പോയാലും, കൂരിരുട്ടിൻ്റെ താഴ്വരയിലൂടെ പോയാലും. ചില ട്രാൻസ്ലേഷനിൽ മരണ നിഴലിൻ താഴ്വരയിലൂടെ പോയാലും. അങ്ങനെ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? മരണത്തെ മുഖാമുഖം കണ്ടു, ഇതൊരു രണ്ടാം ജന്മമാണ്, അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുള്ള, മരിച്ചു പോകും, അതുപോലെ രോഗം വന്നു, പ്രശ്നങ്ങൾ വന്നു, ആക്സിഡന്റ് കണ്ടു, അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്തി കാണിക്കാമോ? ഒത്തിരി പേരുണ്ട്.
ഇതിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോഴും എന്താ പറയുന്നത്? ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. പലപ്പോഴും വിശ്വാസമില്ലാത്തത് കൊണ്ട് ദൈവം കൂടെ ഉണ്ടെങ്കിലും നമ്മൾ തിരിച്ചറിയില്ല. കാരണം നമ്മൾ ആകെ ആശങ്കാകുലരായിരിക്കുകയാണ്. ഭയങ്കരമായി ഭയം കയറുമ്പോൾ ഒന്നും പിന്നെ മനസ്സിലാകില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, യേശുവും ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ യേശു അവിടെ ഉണ്ട്, വഞ്ചിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷേ വെള്ളം ഇരച്ച് കയറാൻ തുടങ്ങിയപ്പോൾ, കൊടുങ്കാറ്റ് വന്ന് ആകെ ഉലഞ്ഞപ്പോൾ, നാഥ, ഞങ്ങളെക്കുറിച്ച് നിനക്ക് വിചാരമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വല്ലാതെ നിലവിളിച്ചു, ഭയന്നുപോയി. മറ്റൊരവസരത്തിൽ അവർ തനിയെ പോവുകയാണ്. പക്ഷേ യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് അവരുടെ അടുക്കിലേക്ക് വന്നു. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കുവാൻ, ജീവിതത്തിൽ പരിശീലനം നൽകാനാണ് ഈ അനുഭവങ്ങളിലൂടെ ദൈവം അവരെ കടത്തിവിട്ടത്. എത്ര പേർ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്? ചില സമയത്ത് കർത്താവ് കൂടെ ഉണ്ടെന്നൊക്കെ ഒരു തോന്നലുണ്ടെങ്കിലും പേടി. ചില സമയത്ത് കർത്താവ് കൂടെ ഇല്ല എന്നൊരു തോന്നൽ. എന്നിട്ട് ആ ഇരുളിൽ, കൊടുങ്കാറ്റിൽ, ഭയങ്കരമായ കലുഷിതമായ ആ കടലിൻ്റെ അന്തരീക്ഷത്തിൽ യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വരുമ്പോൾ പത്രോസ് ഉറക്കെ വിളിച്ചു പറഞ്ഞ ശിഷ്യന്മാരും വിളിച്ചു, ഇത് അത്ഭുതം വരുന്നു. യേശു വന്നിട്ട് യേശുവിനെ പോലും കണ്ടവർ പേടിച്ചു. ഇതുപോലെയൊക്കെ ചിലപ്പോൾ അനുഭവം ഉണ്ടാകാം. എന്നാൽ ഈ വചനത്തിൽ ഒന്നുകൂടെ നമുക്ക് ആ വചനം ഒന്ന് വായിച്ചു കേൾക്കാം. 23-ാം സങ്കീർത്തനം 4-ാമത്തെ വചനം. മരണനിഴലിൻ താഴ്വരയിലൂടെ പോയാലും ഞാനൊരു ദോഷവും ഭയപ്പെടുകയില്ല. അവിടുന്ന് എന്നോടൊപ്പമുണ്ടല്ലോ. അവിടുന്ന് എന്നോട് ഒപ്പം ഉണ്ടല്ലോ. സഹായിക്കുന്ന ഈ ദൈവം ഒരിക്കലും ആബ്സെന്റ് ആകുകയില്ല, ഒരിക്കലും ലീവ് എടുത്ത് മാറുകയില്ല. യേശു കർത്താവ് ഒരിക്കലും സിക്ക് ലീവ് എടുത്ത് ഇന്ന് ഞാനില്ല കേട്ടോ, ബുധനാഴ്ച ഇന്ന് ഞാനില്ല, വെള്ളിയാഴ്ച ഇന്ന് ഞാനില്ല, നീ തന്നെ ജീവിച്ചു എന്ന് യേശു ഒരിക്കലും പറയില്ല. എല്ലായ്പ്പോഴും കൂരിരുട്ടിൻ്റെ താഴ്വരയിലൂടെ പോയാലും, മരണനിഴലിൻ താഴ്വരയിലൂടെ പോയാലും, വെന്റിലേറ്ററിലാണെങ്കിലും ICUവിലാണെങ്കിലും അവൻ നമ്മോടുകൂടെ ഇരിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ കൈയടിച്ച് ആ ദൈവത്തിന് നന്ദി പറയുക. ശക്തമായി ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് കൈകൾ അടിച്ചാൽ ഹല്ലേലൂയ. അടുത്തൊരു വചനം നമ്മൾ വായിക്കുന്നത് ഏശയ്യാവിൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാമത്തെ വചനമാണ്. ഏശയ്യാവിൻ്റെ പുസ്തകം 41:10 വചനം. So do not fear, for I am with you. Do not be dismayed, for I am your God. I will strengthen you and help you. I will uphold you with my righteous right hand. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഉത്കണ്ഠയോടെ ചുറ്റും നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ബലപ്പെടുത്തും. ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കും. ഞാൻ നിന്നെ ബലപ്പെടുത്തും. അധൈര്യം വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മെ അവൻ സ്ട്രെങ്തൻ ചെയ്യും. ബാക്കി വായിക്കാം. ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കും. ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കും. ഷുവർ, കർത്താവ് വാഗ്ദത്തം തന്നിരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. വേറെ ആരും സഹായിച്ചില്ലേലും അവൻ നിന്നെ സഹായിക്കും. ഓക്കെ. എൻ്റെ നീതിയുള്ള വലങ്കരത്താൽ ഞാൻ നിന്നെ താങ്ങിക്കൊള്ളൂ. എൻ്റെ നീതിയുള്ള വലങ്കരത്താൽ ഞാൻ നിന്നെ താങ്ങിക്കൊള്ളും. ഒരിക്കൽ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഒരു അമ്മ, ഇന്ന് നമ്മൾ കണ്ടതുപോലെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ കേട്ട ആ സാക്ഷ്യം ഇതാണ്. വയറിലായിരിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ തലച്ചോറ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഡെവലപ്പ് ചെയ്യാത്ത ആ തലച്ചോറുമായി എല്ലാവരും പറഞ്ഞു ഈ കുഞ്ഞിനെ കിട്ടുകയില്ല. ഈ കുഞ്ഞിൻ്റെ തലച്ചോറ് ശരിയായ രീതിയിൽ വളരാത്തത് കൊണ്ട് കുഞ്ഞിനെ കിട്ടുകയില്ല, കുഞ്ഞിനെ കളയുകയാണ് നല്ലത്. ഈ കുഞ്ഞുമായി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഈ കുഞ്ഞുമായി വണ്ടിയിൽ കയറ്റി 5 ഹോസ്പിറ്റലിൽ പോയി. 5 ഹോസ്പിറ്റലുകാരും പറഞ്ഞു ഇത് കിട്ടില്ല, 2 പേരും പോവും. ഈ കുഞ്ഞുമായി മുന്നോട്ട് പോയാൽ അമ്മയും ചാവും, കുഞ്ഞും ചാവും, വേറെ ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ്
ആ സഹോദരിയുടെ അമ്മയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഏറ്റവും അവസാനം മെഡിക്കൽ കോളേജിലെത്തി, ചുമ്മാ അഡ്മിറ്റ് ചെയ്തു, ഹോപ്പില്ല, അഡ്മിറ്റ് ചെയ്തു. ആ സമയത്താണ് അമ്മ പ്രയർ കോൾ സെൻറ്ററിലേക്ക് വിളിക്കുന്നത്. വിളിച്ചു, പ്രാർത്ഥിച്ച വ്യക്തി, ആ ദൈവപുരുഷൻ പറഞ്ഞു, ഇല്ല, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. 5 ഹോസ്പിറ്റലുകളിൽ നിന്ന് മടക്കിയ ആ കേസ് യേശു കർത്താവ് ഏറ്റെടുത്തു. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? എല്ലാവരും നോ പറയുമ്പോൾ എൻ്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കും? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. സംഭവിച്ച കാര്യം അറിയാമോ? വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ, ലേബർ റൂമിലായിരിക്കുന്ന സമയത്ത് അവൾ അവിടെ കിടന്നുകൊണ്ട് ഒരു ഒറ്റ വിളി വിളിച്ചു, എൻ്റെ യേശുവേ. അതിഭയങ്കരമായി അവൾ നിലവിളിച്ചു. അവിടെ കിടന്നുകൊണ്ട് നിലവിളിച്ചു, എൻ്റെ യേശുവേ. സംഭവിച്ചത് വളരെ സുഖകരമായി ഒരു ഡെലിവറി കൊടുത്തു. മാത്രമല്ല, കുഞ്ഞ് പുറത്ത് വന്ന് പരിശോധിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ വികസിച്ച ഒരു തലച്ചോറ് തലയോട്ടിടകത്തുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ ഞങ്ങൾ കണ്ടു. ആ കുഞ്ഞിന് അവരൊരു പേരിട്ടു, ബ്ലെസ്സൻ. ബ്ലെസ്സിംഗ് ടുഡേയിൽ പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന് ബ്ലെസ്സൻ എന്ന് പേരിട്ടു. ഇടുക്കി ജില്ലയിൽ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, കൂരിരുളിൻ്റെ താഴ്വരയിലൂടെ പോകുമ്പോൾ, മരണനിഴലിൻ്റെ താഴ്വരയിലൂടെ പോകുമ്പോൾ എല്ലാവരും പറഞ്ഞു, ഗതിയില്ല, ഹോപ്പ്ലെസ്, അതങ്ങ് കളയുവാണ് നല്ലത്, അമ്മയെങ്കിലും ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് യേശു കർത്താവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ ആ സമയത്ത് ആബ്സെൻ്റ് ആകില്ല, ഉറങ്ങിക്കളയില്ല, ഉറക്കം തൂങ്ങില്ല, അവൻ നിന്റെ സഹായകനാണ്. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം നിന്റെ സഹായകനാണ്. ഞങ്ങൾക്കൊരു ഗുണമുള്ളത്, ഇതുപോലെ പോകുന്നിടങ്ങളിലെല്ലാം അത്ഭുതങ്ങളുടെ സാക്ഷി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാലും കർത്താവ് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ. അതുകൊണ്ട് അവിശ്വസിക്കാനുള്ള ചാൻസ് കിട്ടുന്നില്ല. കാരണം കർത്താവ് ലോകമെമ്പാടും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന യേശു ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. Miracles are happening even today because the miracle worker is alive. ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനും ഈ യേശു മതി? അങ്ങനെ വിശ്വസിക്കുന്നവർ കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ദൈവത്തിന് നമ്മുടെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? കർത്താവ് ഇങ്ങനെ വരെ ചോദിച്ചു, എന്നാൽ അസാധ്യമായ വല്ല കാര്യവും ഉണ്ടോ? നിങ്ങൾക്കിപ്പോൾ ഒരുപക്ഷെ 18 വയസ്സ് കാണും, 37 വയസ്സ് കാണും, 52 വയസ്സ് കാണും, 64 വയസ്സ് കാണും. പല പ്രായക്കാരും ഇവിടെ ഉണ്ട്. ഇനി അങ്ങോട്ട് ഒരു ദിവസം മരിക്കണം. എസ്കേപ്പ് ചെയ്യാൻ സാധ്യമല്ല. കാരണം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. എനിക്ക് അതിൽ നിന്ന് മാറാൻ സാധ്യമല്ല. കാരണം മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചു വച്ചിരിക്കുകയാണ്. ചക്രവർത്തിമാർക്കും സമ്രാട്ടുകൾക്കും കുബേരനും കുചേലനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഇത് ബാധകമാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വചനത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. എന്നാൽ ആ ന്യായവിധിയെ, മരണശേഷം ദൈവം മുമ്പാകെ നിൽക്കുന്ന ന്യായവിധിയെ നമ്മളെല്ലാവരും നേരിടേണ്ടതാണ്. എന്നാൽ ആ ന്യായവിധി ശിക്ഷാവിധിയാകാതെ, ന്യായവിധി എന്ന് പറഞ്ഞാൽ ന്യായത്തോടെ വിധിക്കുന്നതാണ്. അതിൽ ഗുണം വരാം, ദോഷം വരാം, ശിക്ഷ കിട്ടാം, പ്രതിഫലം കിട്ടാം. എന്നാൽ ശിക്ഷ കിട്ടുന്നവർ, ബൈബിൾ പറയുന്നു, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 15 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, ഒരു വലിയ വെള്ളസിംഹാസനം, അതിലിരിക്കുന്ന ദൈവം പുസ്തകങ്ങൾ തുറന്ന് ന്യായം വിധിക്കുകയാണ്. മരണത്തെയും പാതാളത്തെയും അഗ്നിപൊയ്കയിലേക്ക് തള്ളിയിടുന്നു. എന്നാൽ ആ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എല്ലാവരെയും അവിടെ പറയുന്നത് തീ പൊയ്കയിലേക്ക് തള്ളിക്കളയും. ആ പുസ്തകം എന്ന് പറയുന്നത് ജീവന്റെ പുസ്തകമാണ്. എല്ലാവരും പറയാമോ? ജീവന്റെ പുസ്തകം, ജീവന്റെ പുസ്തകം. ഉറക്കെ പറയാമോ? എങ്ങനെയാണ് ജീവന്റെ പുസ്തകത്തിൽ പേര് കാണുന്നത്? ആരുടെ പേരാണ് കാണുന്നത്? ഉത്തരം പറയാം, വളരെ സിമ്പിളാണ്.
ഒരു ഡിഗ്രി എങ്കിലും എടുത്തിട്ടുള്ള എല്ലാവരും ആ പുസ്തകത്തിൽ നോ. വിദ്യാഭ്യാസം അല്ല അവിടെ നോക്കുന്നത്. ഇന്ന മതത്തിൽപ്പെട്ടവർ നോ, മതം നോക്കുന്നില്ല. ആരുടെ പേരാണ് അവിടെ എഴുതുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എല്ലാവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പൊ കുഞ്ഞാടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന യേശുവിനെയാണ്. നമുക്ക് വേണ്ടി ഒരു ബലിയായി തീർന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അവിടെ പേരെഴുതുന്നത് ആരുടെയാണെന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ച് യേശുവിനെ നാഥനായി രക്ഷകനായി സ്വീകരിച്ച് തുടർന്നുള്ള ആയുസ് മുഴുവൻ യേശുവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ച് ദൈവവചനമനുസരിച്ച് ജീവിക്കുന്നവരുടെ പേരാണ് ഈ ജീവപുസ്തകത്തിൽ കാണുന്നത്. തോന്നിയതുപോലെ ജീവിക്കുന്നവരുടെ, ദൈവവുമായി ബന്ധമില്ലാത്തവരുടെ പേരുകൾ അതിൽ കാണുകയില്ല. ഇനി പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം. സ്വന്തമായി വീടില്ലാത്തവർ കൈ ഉയർത്തി കാണിക്കാമോ? സ്വന്തം വീടില്ല, കൈ ഉയർത്തി കാണിക്കാമോ? എന്നെ നോക്ക്. സ്വന്തം വീടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം, നോ പ്രോബ്ലം, സ്വർഗത്തിൽ പോകാം. 1 കോടി രൂപ ബാങ്കിൽ സ്ഥിര നിക്ഷേപം ഇല്ലാത്തവർ കൈ ഉയർത്തി കാണിക്കുക. ഒത്തിരി പേർക്കുമില്ല, എനിക്കുമില്ല. പക്ഷെ നമുക്ക് സ്വർഗത്തിൽ പോകാം, നോ പ്രോബ്ലം. കോടികളുടെ നിക്ഷേപം ഇല്ലേലും സ്വർഗത്തിൽ പോകാം. ശ്രദ്ധിക്കുക. ഒരു കൈ ഇല്ലെങ്കിലും സ്വർഗത്തിൽ പോകാം, കണ്ണില്ലെങ്കിലും സ്വർഗത്തിൽ പോകാം, പല അവയവങ്ങൾക്ക് അംഗവൈകല്യം ഉണ്ടെങ്കിലും സ്വർഗത്തിൽ പോകാം. യേശുവില്ലാതെ ആർക്കും സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല. കാരണം യോഹന്നാന്റെ സുവിശേഷം 14:6 വ്യക്തമായി എഴുതിയിരിക്കുന്ന വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവായ ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. അതുകൊണ്ട് ഒന്നുകൂടി ഇല്ലേലും ദുഃഖിച്ചിരിക്കണ്ട, നിരാശ പിടിച്ചിരിക്കേണ്ട, ഡിപ്രഷനിലോട്ട് പോകണ്ട. യേശു ഉണ്ടോ? നിനക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കുകയാണ്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കാണും. ന്യായവിധി വന്നാലും പാതാളത്തിലേക്കോ ശിക്ഷാവിധിയിലേക്ക് നീ പോകയില്ല. യേശുവിനോട് കൂടെ പിതാവിന്റെ ഭവനത്തിൽ നിത്യകാലം നീ ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അത്ഭുതം ചെയ്യുമല്ലോ. ഞങ്ങളങ്ങനെ ഐക്യമത്യത്തോടെ വരുന്നു. ലോകരാഷ്ട്രങ്ങളിൽ പല സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിലും ഞങ്ങൾ ഹൃദയമൊന്നാക്കി ദൈവസന്നിധിയിൽ വരുന്നു. ഇപ്പോൾ തന്നെ കർത്താവെ, രോഗങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ആക്സിഡൻറ്റിൻ്റെ ഫലമായി, ആക്സിഡൻറ്റ് കഴിഞ്ഞു, നാളുകൾ കഴിഞ്ഞിട്ടും ശരീരത്തിൽ അതിൻ്റെ ആഘാതവുമായി വളരെ മല്ലിടുന്ന, പ്രയാസപ്പെടുന്ന പലരെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. പ്രത്യേകിച്ച് ശരീരത്തിൽ ചിലത് തുളഞ്ഞു കയറുകയും അസ്ഥികൾ ഒടിയുകയും അങ്ങനെ ചില സർജറിയോ പ്രയാസങ്ങളോ ഒക്കെയുള്ള പല നിലകളിൽ പ്രയാസപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ ഡിസ്കുകളിലോ അല്ലെങ്കിൽ അതിൻ്റെ അസ്ഥികളിലെ തേയ്മാനമോ ഒക്കെയുള്ള വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അതുകൂടാതെ കാൽമുട്ടിനകത്തും ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന തേയ്മാനമാകാം, അല്ലെങ്കിൽ കാർട്ടിലേജിലുള്ള ടയറാകാം, അതിലൊക്കെയുള്ള പ്രയാസങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. മസിലുകളിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. 1-2 വളരെ പ്രത്യേകതയുള്ള ചില രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഉമിനീർ ഗ്രന്ഥികൾക്ക് പ്രയാസം, അതുപോലെ ടേസ്റ്റ് കിട്ടുന്നില്ല, അങ്ങനെയുള്ള സ്മെല്ല് മനസ്സിലാകുന്നില്ല, ഈ വിധ പ്രയാസങ്ങൾ ഒന്നോ അതിലധികമുള്ള വ്യക്തികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതോട് ചേർന്ന് തന്നെ അലർജിയുള്ള പലരും സൗഖ്യമാകുന്നുണ്ട്. ഇൻ ജീസസ് നെയിം അലർജിയുള്ളവർ വ്യക്തമായി തന്നെ കർത്താവ് പറയുന്നു ഇപ്പോൾ തന്നെ സൗഖ്യം നടക്കുകയാണ്. താങ്ക് യു ജീസസ്. ഡസ്റ്റ് അലർജി ആകാം, സോപ്പ് ഉപയോഗിക്കുമ്പോഴുള്ളതാകാം, മരുന്ന് കഴിക്കുമ്പോഴുള്ളതാകാം, ഫുഡ് കഴിക്കുമ്പോൾ വിവിധ രീതിയിലുള്ള അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ,
ഹെഡേക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരത്തിൽ ചില സ്ഥലങ്ങളിലെ സിസ്റ്റുകളുടെ വളർച്ച, ഓവറിയിലാകാം, മറ്റ് സ്ഥലങ്ങളിലാകാം, സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരങ്ങളിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങട്ടെ. താങ്ക് യു. മരണകരമായ രോഗങ്ങളിൽ നിന്ന് വരെ കർത്താവ് പലരെയും ഇപ്പോൾ സൗഖ്യമാക്കുന്ന സമയമാണ്. താങ്ക് യു ജീസസ്. ഇനി ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന രോഗമോ ഏതെങ്കിലും പ്രശ്നമോ ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വിശ്വസിക്കാം. ഈ സ്ക്രീനിലേക്ക് കൈനീട്ടിക്കൊണ്ട് കർത്താവെ, ഇപ്പോൾ തന്നെ അവരുടെ വിഷയങ്ങൾ എന്തായിരുന്നാലും അങ്ങ് ഒരു പരിഹാരം നൽകണമേ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി അവർക്ക് പൈതങ്ങളെ നൽകണമേ. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് കേട്ടില്ലാത്ത മറ്റുള്ളവരോട് ഈ പ്രോഗ്രാമിനെക്കുറിച്ച് പറയുക. ബ്ലെസ്സിങ് ടുഡേ എന്നുള്ള പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക്, സന്ദേശങ്ങളിലൂടെ DVD-കളും CD-കളും ആവശ്യമുള്ളവർക്കും സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം, ഓൺലൈനായി കരസ്ഥമാക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് വരാം. കർത്താവ് അതിലൂടെയൊക്കെ ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.